ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റോഷ്നീസ് വേൾഡ്. ഇന്ന് പൈനാപ്പിൾ പോളയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈസിയും ടേസ്റ്റി ആയിട്ട് പൈനാപ്പിൾ പോള എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കുന്നതിന് മുൻപേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ തരണം. അപ്പോൾ പൈനാപ്പിൾ പോള ഉണ്ടാക്കുന്നത് എങ്ങനെ നോക്കിയാലോ. അപ്പോൾ ഇതാ പൈനാപ്പിൾ പോളയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു പൈനാപ്പിളാണ് എടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത പൈനാപ്പിൾ തന്നെ നോക്കിയെടുക്കുക. പിന്നെ അതുപോലെ വലുതാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം മതിയാവും കേട്ടോ. കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിൻ്റെ ആ മുകൾ ഭാഗത്തുള്ള തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലൊരു മുള്ളു പോലെ ഉണ്ടാവുമല്ലോ, അതും ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. മാക്സിമം അത് കഴിയുമെങ്കിൽ അത് കളയാൻ നോക്കുക കേട്ടോ. കളയാൻ പറ്റുന്നിടത്തോളം ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ബോയിൽ ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ നടുവശത്തുള്ള ആ ഒരു കാമ്പില്ലേ, അത് വേണ്ട കേട്ടോ. അതുകൊണ്ട് സൈഡ് വശത്തുനിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് സെൻറ്റർ ഭാഗത്തുള്ളത് അങ്ങ് കളഞ്ഞേക്കാം. അത് എടുക്കണ്ട. അത് കണ്ടോ, ഈ ഭാഗം ഞാൻ അങ്ങോട്ട് കളയുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ലെവലിലൊന്നും കട്ട് ചെയ്തെടുക്കണം എന്നില്ല, ആ ഷേപ്പൊന്നും വേണ്ട കേട്ടോ. നമുക്കത് വേവിച്ചെടുക്കാനുള്ളതല്ലേ. ഇപ്പോൾ ഹാഫ് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ളതും കൂടെ അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്യുന്നതിൽ നിന്ന് ഞാനൊരു ചെറിയ പീസ് നമ്മളെ പോളയുടെ മുകൾ ഭാഗത്ത് ഇപ്പോൾ റൈസിൻസും ക്യാഷും വെക്കുന്നില്ല, അതേ കണക്ക് ഇട്ട് കൊടുക്കേണ്ടിയിട്ട് ഒരു ചെറിയ പീസ്, ഒരു 1/4 ഭാഗം ഇതിൽ നിന്ന് മാറ്റി വെക്കുക. അതിന് വേണ്ടിയിട്ട് കുറച്ച് നീളത്തിൽ തന്നെ അരിഞ്ഞെടുക്കാം. അതിൻ്റെ ആ സെൻറ്റർ ഭാഗത്തുള്ളത് ഇതിൻ്റെതും അങ്ങോട്ട് മാറ്റിക്കളയണേ. ഇതാ കംപ്ലീറ്റും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഞാൻ നീളത്തിൽ അരിഞ്ഞതുണ്ടല്ലോ, ഇതേ കണക്ക് അത് ഞാനൊരു 1/4 ഭാഗം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ളത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനി ഇത് നമുക്കൊരു പാനിലേക്ക് ഇട്ടിട്ട് പഞ്ചസാര ഇട്ടൊന്ന് വിളയിച്ചെടുക്കാം. ഇനി പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. അപ്പോൾ നിങ്ങളെ പൈനാപ്പിളിൻ്റെ നല്ല മധുരമുള്ളതാണെങ്കിൽ പഞ്ചസാര കുറച്ച് കൊടുക്കുക. ഇനി മധുരം കുറവാണെങ്കിൽ പഞ്ചസാര കൂട്ടിയിട്ട് കൊടുക്കുക. അത് 4 ടേബിൾ സ്പൂൺ എന്നല്ല, അപ്പോൾ നല്ല കുറവാണെങ്കിൽ കുറച്ചേറെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്തായാലും മധുരം കൂടുതലാണെങ്കിൽ കൂടുതൽ ഇടാൻ നിൽക്കരുത്. അപ്പോൾ പിന്നെ നമുക്ക് മടുപ്പ് തോന്നിപ്പോവും കഴിക്കുമ്പോൾ പോള. അപ്പോൾ ഇനി ഇത് അതിൽ നിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നവരെ നമുക്കൊന്ന് വറ്റിയെടുക്കാം. വറ്റി പോകുന്ന നല്ലാണ്ടങ്ങ് വറ്റി പോരുത്. ജസ്റ്റ് ഒന്ന് ഇതുപോലൊന്ന് ചെറിയൊരു വാട്ടർ കണ്ടോണ്ടോട് കൂടിയിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് തണുത്തതിന് ശേഷം വേണം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതൊന്ന് തണുത്ത് വരട്ടെ. അപ്പോഴേക്ക് കാഷ്യൂ റൈസിൻസ് ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു 2-2.5 ടേബിൾ സ്പൂൺ ഗീ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് റൈസിൻസ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ക്ലിപ്പിനോട് മിസ്സായി പോയതാണ്. അപ്പോൾ ഇനി ഇതൊന്ന് ബബിൾസായി വരുന്ന സമയത്ത് ഇത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റാം. ഇതിപ്പം ബബിൾസായി വന്നിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് ഇങ്ങോട്ട് കോരി മാറ്റട്ടെ. അടുത്തത് കുറച്ച് കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഇതുകൂടെ നമുക്കൊന്ന് വറുത്ത് കോരാം. ഇത്രയും ഗോൾഡൻ ബ്രൗൺ നിറായാൽ മതി, അധികം അങ്ങ് കളർ മാറണ്ട കേട്ടോ. ഇനി അടുത്തത് കുറച്ച് കാഷ്നട്ട് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ. അത് നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ചെറുതാക്കി പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അതല്ലെങ്കിൽ പൊടിച്ചെങ്കിലും ചേർക്കണം. പക്ഷേങ്കിൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തില്ലേ, അത് ഞാൻ കാണാനുള്ള ഒരു ഭംഗിക്ക് മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ചെയ്യാം, മറ്റേത് വേണമെങ്കിൽ ചെയ്താൽ മതി. കാഷ്നട്ട് മുഴുവനായിട്ട് ഫ്രൈ ചെയ്യുന്നത്. കാഷ്യൂ റൈസിൻസും വറുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ പൈനാപ്പിൾ, ഇതും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. ഇത് നമുക്കൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് ഞാനിപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരം നോക്കിയിട്ട് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്തോളൂ കേട്ടോ. അതുപോലെ ഇത് നന്നായിട്ട് വഴറ്റി ഉടക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി ഇതിൽ നിന്നും വെള്ളമൊന്ന് ഇറങ്ങി വരും. അതിന് ശേഷം അതൊന്ന് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ പൈനാപ്പിളിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി. കൂടുതൽ അങ്ങ് വഴറ്റി ഉടക്കണ്ട കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് ഒന്ന് വഴറ്റി ഇട്ടിയാൽ മതി. ഇതുപോലെ ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. അപ്പോഴേക്ക് വെള്ളം ഒന്ന് വറ്റി വന്നിട്ടുണ്ടാവും. നേരത്തെ പിന്നെ നമുക്ക് അരച്ചെടുക്കാനുള്ള പൈനാപ്പിൾ ആയിരുന്നല്ലോ, അതുകൊണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം പോളയുടെ മുകളിൽ ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോഴേക്ക് ഇതാ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായില്ല അരക്കാനുള്ള പൈനാപ്പിൾ, അതിതാ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇത് കണ്ടോ, ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പം ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തിട്ടേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കേണ്ടതുണ്ട്. അതിനായിട്ട് ഇതാ ഒരു 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 3 ടേബിൾ സ്പൂൺ തന്നെ മൈദപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം. വെള്ളം ഞാൻ ഇതിലൊട്ടും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ പൈനാപ്പിളിൻ്റെ വാട്ടർ കണ്ടൻറ്റ് കൊണ്ട് തന്നെ ഇത് കണ്ടോ ഇതുപോലെ സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലോട്ട് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് പഞ്ചസാര 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. വാനില എസൻസ് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് ആ പഞ്ചസാര ഒന്ന് അതിലോട്ടൊന്ന് മെൽട്ടാക്കി എടുക്കുന്നവരെ ഒന്ന് പതപ്പിച്ചെടുക്കാം. നമ്മളില്ലേ മിക്സിയുടെ ജാറിലിട്ടിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്താ പറ്റാന്ന് പറഞ്ഞാൽ നമ്മൾ പോള ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു സൈഡ് മാത്രം അങ്ങ് പൊങ്ങി വന്നു പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഹാൻഡ് വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് പഞ്ചസാര മെൽട്ടാക്കി എടുക്കുന്നത്. ഇതിന് ശേഷം നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി പൊടിയും എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. അല്ലാതെ നമ്മൾ സാധാരണ പഞ്ചസാര മെൽട്ടാൻ വേണ്ടിയിട്ട് മുട്ടയും പഞ്ചസാരയും കൂടെ ഒക്കെ കൂടി അടിച്ചാൽ അത് വല്ലാണ്ട് നൊര പോലെ ആവും. അപ്പോൾ അത് നമുക്ക് പിന്നെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ നോക്കാം. ആദ്യം പഞ്ചസാരയും മുട്ടയും നന്നായിട്ട് ഹാൻഡ് വിസ്ക് വെച്ചിട്ട് പതപ്പിച്ചെടുക്കുക. എന്ന് വെച്ചാൽ പഞ്ചസാര നന്നായിട്ട് അതിലേക്ക് അങ്ങ് അലിഞ്ഞ് ചേർന്നതിന് ശേഷം മിക്സഡ് ജാറിലേക്ക് ഈ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടും. അത്ര മതി കേട്ടോ. അതൊന്ന് മിക്സാകാൻ വേണ്ടി മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് അടിക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ കണ്ടോ, ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് കറക്കിയിട്ടേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വല്ലാണ്ട് അരച്ചെടുക്കരുത്. അന്നേരം മുട്ട വല്ലാണ്ടെങ്കിൽ ബീറ്റായിട്ട് പൊങ്ങിപ്പോവും കേട്ടോ. ഇനി നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച കാഷ്നട്ടില്ലേ അതുകൂടെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക വേണ്ട. മിക്സിയിലെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പിന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ മുട്ടയിലേക്ക് മൈദപ്പൊടിയും അതൊക്കെ ഒന്ന് കലങ്ങിയെടുക്കാൻ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്തതേ ഉള്ളൂ. ഇനി എന്നും പറയുന്നത് പോലെ തന്നെ സോസ് പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നതിന് മുൻപായിട്ട് ഇതുപോലെ ഒരു ഫ്ലെയിം കൺട്രോളറോ അതല്ലെങ്കിൽ ഉപയോഗിക്കാത്തൊരു തവയോ ഒന്നുമില്ലെങ്കിൽ ഒരു അടപ്പെങ്കിലും വെച്ച് കൊടുത്തിട്ട് വേണം പാൻ അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാൻ. എന്നാലത് നമുക്ക് പോള പെർഫെക്റ്റായിട്ട് ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ പാനും ഒന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലോട്ട് കുറച്ച് ഗീ, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചത് ബാക്കി ഉണ്ടായിരുന്നില്ല, അതിൽ നിന്ന് കുറച്ച് ഗീ എടുത്തിട്ട് ആ പാനിൻ്റെ മുഴുവൻ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി പൈനാപ്പിളിൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ ക്രഷ് ചെയ്തെടുത്ത ക്യാഷൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം പാനിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴേക്ക് പാൻ ലൈറ്റായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ മുഴുവനായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുക. ഇതുപോലെ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഔട്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതൊന്ന് വലിഞ്ഞ് വന്നതിന് ശേഷം വേണം അതിൻ്റെ മുകളിലോട്ട് നമ്മൾ മാറ്റി വെച്ച കാഷ്യൂ റൈസിൻസൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് സമയം ഒന്ന് വെച്ചപ്പോഴേക്കന്നെ അതൊന്ന് വലിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് പൈനാപ്പിളും കാഷ്യൂ റൈസിൻസൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒരുപോലെ ആവുന്ന രീതിക്ക് വേണം ഇട്ട് കൊടുക്കാൻ. ഞാൻ പറഞ്ഞതുപോലെ റൈസിൻസും കാഷ്നട്ടും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഞാൻ കാണാനുള്ള ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുത്തു. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പം പെട്ടെന്ന് കാണുമ്പോഴുള്ളൊരു ഭംഗി ഉണ്ടാവുമല്ലോ, അതിനുശേഷം നമുക്ക് കഴിക്കാനുള്ള ആഗ്രഹം ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ വെച്ച് കൊടുത്തല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ തമ്മനയിൽ ഒന്ന് നല്ല വൃത്തിക്ക് നിന്നോട്ടെ എന്നുള്ള കരുതിയിട്ട് എപ്പോഴും ഇങ്ങനെ ചെയ്യുന്ന കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യമില്ലെങ്കിൽ ഈ കാഷ്നട്ടും റൈസിൻസൊക്കെ പോളയുടെ മുകളിൽ വെക്കണം നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഏകദേശം ഒരു 30-35 മിനിറ്റ് ആകുമ്പോഴേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്തതായിരുന്നേ. അപ്പോൾ ഇതാ ഞാൻ ഒരു കൊള്ളിയോ സ്ക്വയറോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുമ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ അത് വെന്ത് നിന്നർത്ഥം. അപ്പോൾ ഞാൻ ഒരു കൊള്ളി വെച്ച് കുത്തിയപ്പോൾ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു സ്പാച്ചിൽ വെച്ച് ഒന്ന് സൈഡൊന്ന് വിടുവിച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാനായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വിട്ട് വരും. എന്നാൽ അതൊന്നിങ്ങനെ തട്ടിക്കൊടുത്താൽ പെട്ടെന്ന് വരുമല്ലോ. കണ്ടോ ഇളകുന്നുണ്ടോ ആ സൈഡിൽ നിന്ന്. ഇനി വേറൊരു പാനിലോട്ട് കൂടെ ഞാൻ ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗീ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ഇതിലോട്ടങ്ങ് ഫ്ലിപ്പ് ചെയ്ത് മാറ്റാൻ. ഇനി വീണ്ടും അതേ ഫ്ലെയിം കൺട്രോളിൻ്റെ മുകളിൽ തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ തവയ വെക്കുന്നെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ അടിവശം ഒട്ടും കരിയാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയി വന്നില്ലേ. ഞാൻ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ, എന്തെങ്കിലും തവയോ. കാരണം എല്ലാവരും ഫ്ലെയിമും ഒരുപോലെ ആയിന്ന് വരുമല്ലോ. ചിലത് നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടാലും അതൊരു ഹൈ ഫ്ലെയിം പോലെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ പോളപാത്രം വെച്ചിട്ട് നമ്മളെപ്പോഴും ആക്കിയെടുക്കുന്നത് നല്ലത്. ഞാൻ ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ആയിട്ടില്ല, അതിൻ്റെ മുൻപേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ. കണ്ടോ അതുകൊണ്ട് തന്നെ ഒട്ടും കരിഞ്ഞു പോവാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മുകൾ ഭാഗം മറിച്ചിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ മറിച്ചിട്ട് എന്തിനാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആ ഭാഗം കൂടെ ഒന്ന് ആയിക്കോട്ടെ. അതുകൊണ്ടാണ് ഞാൻ കാഷ്നട്ട് വറുക്കുന്ന സമയത്ത് വല്ലാണ്ട് കളറ് മാറ്റാതിരുന്നു. ഇത് കണ്ടോ നല്ല സോഫ്റ്റ് ആയിരുന്നു. എന്താ പറയുക, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നതെന്ന് പറയുന്നില്ല, ആ ഒരു ടൈപ്പിലുള്ള പോള തന്നെയായിരുന്നു കേട്ടോ.
നമ്മൾ ഇതിന് മുൻപ് ഒരു ഡേറ്റ്സ് പോള ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതൊരു ചോക്ലേറ്റ് ഫ്ലേവർ ആണെങ്കിൽ ഇത് നല്ല പൈനാപ്പിൾ ഫ്ലേവറിൽ തന്നെ എന്നാലൊരു ചോക്ലേറ്റ് കഴിക്കുന്ന ഒരു ഫ്ലേവറായിരുന്നു, ഫീലിംഗ് ആയിരുന്നു. അത് നമുക്ക് പിന്നെ എന്താ പറയുക, പോള കഴിക്കുന്നതെന്ന് പറയത്തേ ഇല്ല, അത്രയും ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നിങ്ങൾ ഒരു തവണയെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കുക. നല്ല പ്ലഫിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഈ പോള നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ കൂട്ടുകാർക്ക് ഫാമിലിക്ക് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനു മുൻപ് ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവരുണ്ട് അതൊക്കെ കാണാം. ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ അടുത്തായിട്ട്, അപ്പോൾ അതൊക്കെ കണ്ട് സപ്പോർട്ട് തരാം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്ത് വെച്ചിട്ട് ഓൾ ബട്ടൺ പ്രസ് ചെയ്യണേ, എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. കുറേ പേര് എന്നോട് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്, അതുകൊണ്ട് പറയാമെന്ന് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ കേട്ടോ, അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് ഓൾ തന്നെ കൊടുക്കുക കേട്ടോ, അപ്പോഴാണ് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതിലും നല്ല വീഡിയോസായിട്ട് വ്ളോഗും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ കാണുന്നതായിരിക്കും. താങ്ക്